നമ്മുടെ ഇന്നത്തെ ധ്യാനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനമാണ്. കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു ഭാഗമാണ് ഈ വചനം. നിങ്ങൾ ഇച്ഛിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവത്തോട് അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് അത് ലഭിക്കും എന്നാണ് ഈ വചനത്തിലൂടെ പറയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, പ്രാർത്ഥനയുടെ പ്രാധാന്യം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഒരു മനോഹരമായ പുതിയ ദിനം ദൈവം ദാനമായി നൽകിയിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുന്നത് ഏറെ നന്നായിരിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ കുറവൊന്ന് ബോധ്യപ്പെടുന്നത് നന്നായിരിക്കും. നാം ദൈവത്തോട് ചോദിക്കുന്നതിനെക്കുറിച്ച് ഒന്ന് വിലയിരുത്തുന്നത് ഏറെ നന്നായിരിക്കും. നാം എങ്ങനെയാണ് ദൈവത്തോട് അപേക്ഷിക്കുന്നത്? നാം എങ്ങനെയാണ് ദൈവത്തോട് യാചിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് നന്നായി മനസ്സിലാക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയാനാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രവുമല്ല, ദൈവത്തിൽ നാം വസിക്കുമ്പോഴാണ്, ദൈവവുമായിട്ടുള്ള ഒരു ശക്തമായ ബന്ധത്തിൽ നിൽക്കുമ്പോഴാണ് ഈ വചനത്തിന് ഒരു പൂർണ്ണത ഉണ്ടാകുന്നത്. നിങ്ങൾ എന്നിൽ വസിക്കുമ്പോൾ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ദൈവത്തോടുള്ള ഒരു ശക്തമായ ബന്ധം, വേർപിരിക്കാൻ കഴിയാത്ത, മാറ്റുവാൻ കഴിയാത്ത ദൃഢമായ ശക്തമായ ഒരു ബന്ധം ദൈവമായിട്ടുണ്ട് എങ്കിൽ നാം ദൈവത്തോട് എന്ത് വിഷയം യാചിച്ചാലും അത് ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ? ദൈവവുമായിട്ടുള്ള ബന്ധം അത്രയും ശക്തമാണ് എങ്കിൽ ഈ വചനത്തിന് ഒരു പൂർണ്ണതയുണ്ട്. ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്ന് ക്രമപ്പെടുത്തി, ആ ബന്ധത്തെ ഒന്ന് ശക്തീകരിച്ച്, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ്, നമ്മുടെ യാചനകൾ ദൈവത്തോട് പറഞ്ഞ് അത് അനുഭവിപ്പാൻ, ആ പ്രാർത്ഥനകളൊക്കെയും കേട്ട് അതിൻ്റെ സന്തോഷം അനുഭവിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞങ്ങളെ അനുഗ്രഹീതമായി നടത്തുന്ന ദൈവമേ, ഈ മനോഹരമായ പുതിയ ദിനത്തിനായി അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനത്തിലൂടെ നൽകിയിരിക്കുന്ന ആലോചനകൾക്കായി സ്തോത്രം. ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ മനസ്സിലാക്കാൻ, ആ ബന്ധത്തെ ഒന്നുകൂടെ ക്രമീകരിപ്പാൻ ദൈവം ഒരവസരം കൂടെ നൽകിയിരിക്കുന്നു. നന്ദി കർത്താവേ. അങ്ങയിൽ പൂർണ്ണമായും വസിച്ച്, അങ്ങയെ മുറുകെ പിടിച്ച്, അങ്ങയുമായിട്ടുള്ള ബന്ധം നന്നായി ക്രമീകരിച്ച് ജീവിതയാത്ര മുന്നോട്ട് നയിക്കുന്നതിന് എല്ലാവരെയും സഹായിക്കണം കർത്താവേ. അവിടുത്തെ കൃപ ധാരാളം അനുഭവിപ്പാൻ എല്ലാവർക്കും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഓരോ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കണമേ. പലവിധമായ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും വേദനകളിലുമായിരിക്കുന്ന മക്കളുണ്ട്. കർത്താവ് അവരോട് കൂടെ ഇരിക്കണം. ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിപ്പാൻ എല്ലാവരെയും ശക്തീകരിക്കണമേ. പ്രാർത്ഥനാ ജീവിതത്തെ കുറേ കൂടെ മെച്ചപ്പെടുത്താനുള്ള കൃപകളെ നിൻ്റെ മക്കൾക്ക് നൽകണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണം. വിദേശത്തും ദൂരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് കാത്ത് പരിപാലിക്കണമേ. ഞങ്ങൾ ഈ ദിനം പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ നാഥ. കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.